വളരെ മോശമായിരുന്നു. ആയിട്ടില്ലെങ്കിൽ ഈ വർഷം മൂഞ്ചി പോകും. നെക്സ്റ്റ് 6 മാസമെങ്കിലും നല്ല രീതിയിൽ പോകാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഹേ എവരിവൺ, സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ തന്നെ ഐ എം ഗോയിങ് ടു റീസെറ്റ് മൈ 2026. സോ ഞാനത് ജൂലൈ മന്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എടുക്കണമെന്ന് വിചാരിച്ചൊരു വീഡിയോ ആണ്. എടുക്കണമെന്ന് വിചാരിച്ച വീഡിയോ മാത്രമല്ല, ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ച ഒരു കാര്യങ്ങളാണ്. പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. എല്ലാം ബ്ല ആയി ബിസി ആയിപ്പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ജൂലൈ മന്ത് ഈ മാസം കഴിയാനായപ്പോൾ ഇനിയെങ്കിലും ഞാനിതൊന്ന് സെറ്റാക്കിയിട്ടില്ലെങ്കിൽ ഈ വർഷം മൂഞ്ചി പോകും. സോ ഞാൻ ഇന്ന് 2026 റീസെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഐ ഹോപ്പ് അടുത്ത 6 മാസം നല്ലതായിരിക്കും. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ടു ബി ഹോണസ്റ്റ്, എൻ്റെ 2026 കഴിഞ്ഞ 6 മാസം ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ 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 മോശമായിരുന്നു. അപ്പോൾ ആ മോശമായിട്ടുള്ള മന്ത് ഇത് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങോട്ട് പോയാൽ ഒരു സുഖം ഉണ്ടാവില്ലല്ലോ, വർഷം മൊത്തം പോവും. അപ്പോൾ വിചാരിച്ചു ബെറ്റർ ടു റീസെറ്റ് ദസ്. അപ്പോൾ അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചൊരു വീഡിയോ ആണ് ഇത്. അപ്പം പിന്നെ കുറച്ച് ഞാൻ ഉപയോഗിക്കുന്ന ടിപ്സും ട്രിക്സൊക്കെ നിങ്ങൾക്കും, ആ ട്രിക്സ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ സോ നെക്സ്റ്റ് 6 മാസമെങ്കിലും നല്ല രീതിയിൽ പോകാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ മെയിൻ ആയിട്ടുള്ള പോയിൻറ്റ്സ് അല്ലെങ്കിൽ മെയിൻ റീസൺസ് ഞാൻ പറഞ്ഞുതരാം. സോ ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് ഭയങ്കര അൺഓർഗനൈസ്ഡ് ആണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്തെടുക്കണം. പിന്നെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഐ നീഡ് ടു അച്ചീവ് മൈ ഗോൾസ്. ആസ് യു നോ, ഞാനിപ്പോൾ +1 സ്റ്റുഡൻ്റ് ആണ്, അതും സയൻസ് സ്റ്റുഡൻറ്റ്. സയൻസ് സ്റ്റുഡൻ്റ് എടുത്ത് പറയുന്നതല്ല, സയൻസ് കോമേഴ്സ് ആയാലും എല്ലാം കണക്കാണ്. അപ്പോൾ അത് പിന്നെ എനിക്ക് ഹെൽത്ത് കുറച്ചും കൂടെ ഒന്ന് ബെറ്റർ ആക്കണം. മെയിനായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ കാലങ്ങളായിട്ട് ഞാനിതങ്ങ് കൊണ്ടുപോവാണ്. പക്ഷേ എൻ്റെ മടി കാരണം, എൻ്റെ കൂടപ്പുറപ്പെന്ന് എനിക്ക് പറയേണ്ട മടി, അത് കാരണം ഞാൻ എവിടെയും എത്തിയിട്ടില്ല. സ്റ്റിൽ ഞാൻ 1K പോലും എത്തിയിട്ടില്ല. അപ്പോൾ കുറച്ചൊന്ന് കൺസിസ്റ്റൻ്റ് ആവണം. ഞാൻ എത്ര കൺസിസ്റ്റൻ്റ് ആവണം എന്ന് പറഞ്ഞാലും ഒരു സമയത്ത് എനിക്കത് പറ്റില്ല. അപ്പം അതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്തെടുക്കണം. അടുത്ത 6 മാസം എന്നെ എത്ര എൻ്റെ അമ്മയും എൻ്റെ ഫ്രണ്ട്സൊക്കെ പ്രഷർ ചെയ്യുന്നുണ്ട്. യു ഷുഡ് ടേക്ക് ദാറ്റ്, യു ഷുഡ് ഡു ദാറ്റ് അങ്ങനെ പറഞ്ഞിട്ട് എല്ലാവരും എന്നെ പ്രഷർ ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ മടിയെല്ലാം ആ പ്രഷറിനെ ഉന്തിത്തള്ളി നിൽക്കുകയാണ്. സോ അതൊക്കെ ഒന്ന് മാറ്റണം. ഇതൊക്കെയാണ് എൻ്റെ മെയിൻ റീസൺസ്. സോ ഞാൻ ടോപ്പിക് മെയിനായിട്ട് പറഞ്ഞതാണ്. യൂട്യൂബ് ചാനൽ അക്കാദമിക് ആയിട്ടുള്ള കുറച്ച് റീസെറ്റ് ചെയ്യണം, ഹെൽത്ത് വൈസ് കുറച്ച് ബെറ്റർ ആക്കണം. ഇതൊക്കെയാണ് എൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ. 2026 സ്റ്റാർട്ടിങ് തന്നെ നല്ല മോശമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇതുവരെ ഒരു ഓർഗനൈസ്ഡ് അല്ല. എല്ലാം ഇങ്ങനെ ഒരു ഓർഗനൈസ്ഡ് അല്ലാണ്ട് വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ളൊരു രീതിയിലായിരുന്നു ഞാൻ ഇത്രയും കാലം കഴിഞ്ഞ 6 മാസം ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കണം. +1 +2 10th സിമ്പിളായിരുന്നു. ടു ബി ഹോണസ്റ്റ്, ഞാനിപ്പം ഒന്ന് ബാക്കിലോട്ട് ചിന്തിക്കുകയെന്നുണ്ടെങ്കിൽ 10th ഒക്കെ ഇതിനേക്കാളും സിമ്പിളായിരുന്നു. അന്നേരം നമ്മളെ പഠിപ്പിക്കാൻ വന്ന ടീച്ചേഴ്സ് അവരൊക്കെ പറയായിരുന്നു ഇതൊന്നും ഒന്നുമല്ല, ഇനി നിങ്ങൾ പഠിക്കാൻ പോകുന്ന എന്ത് സ്ട്രീം അല്ലെങ്കിൽ എന്ത് കോഴ്സ് അതായിരിക്കും കുറച്ചും കൂടെ ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞത് ഇപ്പോൾ ഓർക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ച പോലെ നല്ല +1 +2 അറ്റ്മോസ്ഫിയറേ ചേഞ്ച് ആയി. ഞാൻ കുറച്ചു കാലം ദുബായിലായിരുന്നു. അവിടെ രാവിലെ മോർണിംഗ് ടു ഉച്ചവരെയാണ് ടൈം. ഞാൻ 2:30 ആകുമ്പോൾ ഞാൻ വീട്ടിലെത്തും. അപ്പം ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് വന്നിട്ട് ഇവിടെ രാവിലെ 8:30 ആകുമ്പോൾ പോകും. ഞാൻ വരുന്നത് ഒരു 5:30 ഒക്കെ ആകുമ്പോഴാണ് ഞാൻ വീട്ടിലെത്തുന്നത്. അപ്പോൾ ഇത്രയും ഹവേഴ്സ് സ്കൂളിൽ തന്നെ, അതേപോലെ തന്നെ 55 മിനിറ്റ്സ് ഒക്കെയാണ് ഒരു പീരീഡ്. അങ്ങനെ നമുക്ക് 7 പീരീഡ്സ് ഉണ്ട്. ആ 7 പീരീഡ്സും കഴിഞ്ഞ് കുറച്ച് ലഞ്ച് ബ്രേക്കേ ഉള്ളൂ. അങ്ങനെ ഒരു ഫ്രീ ടൈം നമുക്ക് കിട്ടില്ല. ഇപ്പം നമുക്ക് ഒരു ടീച്ചർ ഇല്ലാതെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വേറൊരു ടീച്ചർ വന്നിട്ട് എടുക്കും. അത് മെയിൻലി സയൻസ് സബ്ജക്റ്റ് ആയിരിക്കും. ബോട്ടണിയോ സുവോളജിയോ കെമിസ്ട്രി ഫിസിക്സ് മാത്സ് അതൊക്കെ ആയിരിക്കും വന്നിട്ട് എടുക്കും. അല്ലെങ്കിൽ ഇംഗ്ലീഷോ ഹിന്ദി എന്നിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് ഫ്രീ ആയിട്ടുള്ള ടൈം പോലും, ഫ്രീ ആയിട്ടുള്ള ടൈമിലല്ല, ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ടീച്ചേഴ്സ് ക്ലാസ് എടുക്കാൻ വരുന്നുണ്ട്. അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം കലോത്സവം, സ്പോർട്സ്, ആർട്സ് അതൊക്കെ പറഞ്ഞിട്ട് കുറേ ടൈം ഫ്രീ ആയിരിക്കും.
അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അവർ മാക്സിമം ക്ലാസ് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ല എക്സോസ്റ്റഡ് ആവുന്നുണ്ട്. അപ്പോൾ വന്ന് ഒന്ന് ഓർഗനൈസ്ഡ് അല്ലാണ്ടാണ് ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സോ വന്ന് ഫ്രഷായി നേരെ പഠിക്കാൻ പോകും. പഠിച്ച് കഴിഞ്ഞിട്ട് കുറേ സമയം പഠിക്കാനുണ്ടാവും, ഹോംവർക്ക് ചെയ്യാനുണ്ടാവും, ബാക്കി അസൈൻമെൻറ്റ്സ് ബ്ലാ 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 കുറേ കാര്യങ്ങളുണ്ടാവും. അങ്ങനെ അതൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും 10-10:30 ആവും. ഫുഡ് കഴിച്ച് അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ച് പിന്നെ കുറച്ച് സമയം ഫോണൊക്കെ നോക്കി ഇരിക്കുമ്പോഴത്തേനും കൂടുതൽ സമയം അങ്ങനെ പോകും. അപ്പം അങ്ങനെ അക്കാദമിക്കായിട്ട് നല്ലൊരു മാറ്റം എനിക്ക് വേണം. കുറച്ചും കൂടെ നല്ല രീതിയിലൊന്ന് പഠിക്കണം. കാരണം +1 അല്ലേ, നല്ല മാർക്ക് വാങ്ങിച്ചാലേ നല്ല കോഴ്സ് എടുക്കാൻ പറ്റില്ല. ആസ് എല്ലാവർക്കും അറിയാം, ലൈക്ക് ഇപ്പം ഒന്ന് ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ എത്താം. അക്കാദമിക്കായിട്ട് ഇപ്പം എൻ്റെ പോലെ തന്നെ കുറേ കുട്ടികൾ ഇങ്ങനെ പ്രഷറൈസ്ഡ് ആയിട്ടുണ്ട്. ചിലവർ പ്രഷറൈസ്ഡ് ആയിരിക്കൂല, അവർ എന്താ പറയുക കളിച്ച് തിരിച്ച് അങ്ങനെ പോകുന്ന ടൈപ്പായിരിക്കും. പക്ഷേ അവരനുസരിച്ചിട്ട് നല്ല രീതിയിൽ പഠിക്കുന്നുണ്ടാവും. ഒരു ആവറേജ് ആയിട്ടുള്ള എന്നെ പോലെയുള്ള സ്റ്റുഡൻസിനെയാണ് ഞാൻ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ ഓരോ സ്കൂളും ഓരോ ടൈപ്പ് ഓഫ് ടൈംസ് ആൻഡ് റെഗുലേഷൻസ് ആയിരിക്കും. സോ ഫസ്റ്റത്തെ കാര്യം ഞാൻ ചെയ്യുന്നത് സ്റ്റഡീസ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക. അതാണ് എൻ്റെ ഫസ്റ്റ് ഗോൾ എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ എൻ്റെ ഫസ്റ്റ് ഗോള് അതാണ്. കാരണം എൻ്റെ അമ്മ പറയണ്ട, അമ്മ നല്ല മുതിർന്ന എല്ലാ ആൾക്കാരും പറയുന്നതാണ്, ലൈക്ക് ഇപ്പോൾ നമ്മളൊരു ഈ ഒരു ടീനേജ് ടൈം ടു ഒരു 24-25 വയസ്സ് ആവുന്നവരെ നമ്മളെങ്ങനെയാണോ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്, നമ്മളെങ്ങനെയാണോ ലൈക്ക് നമ്മൾ പഠിക്കുന്നത്, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെയൊക്കെ ഒരു റിസൾട്ടായിരിക്കും ആഫ്റ്റർ 25 നമുക്ക് കിട്ടുക. സോ ഈ ഒരു ടൈം നമ്മളിപ്പോൾ ഉഴപ്പിക്കളിച്ചാൽ ആ ഒരു ടൈം ആകുമ്പോഴത്തേനും നമ്മൾ എവിടെ എത്തിയിട്ടുണ്ടാവില്ല. ലൈക്ക് നമുക്കൊരു ജോലി പോലും കിട്ടുമെന്ന് അറിയില്ല. അപ്പം ഈ ഒരു ടൈം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. എൻ്റെ മടി കാരണം ഞാൻ എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് ഉള്ളത്. സോ ഐ ഷുഡ് ചേഞ്ച് ദാറ്റ്. എപ്പോഴും വിചാരിക്കും, പക്ഷെ പറ്റുന്നില്ല. ഓക്കെ, സോ അതുകൊണ്ട് ഈ ഒരു ടൈം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക, പറ്റുന്നത്രയും നിങ്ങൾക്ക് നോളജ് ലഭിക്കാൻ നോക്കുക. സോ ഈ നോളജ് മാത്രമൊന്നും ഞാൻ പറയുന്നില്ല, അതിൻ്റെ കൂടെ തന്നെ എൻജോയ്മെൻറ്റും വേണം. ലൈക്ക് ഞാനിപ്പോൾ യൂട്യൂബ് ചാനൽ ചെയ്യുന്ന പോലെ ഓരോ ഇൻഡിവിജ്വൽസിനും അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ടാവും. ചിലവർ ഡാൻസ് ചെയ്യുന്നുണ്ടാവും, ചിലവർ ഇതേപോലെ തന്നെ കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്നുണ്ടാവും, ചിലവർ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യുന്നുണ്ടാവും. അങ്ങനെ പല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു എൻജോയ്മെൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ സ്റ്റഡീസ് മുന്നോട്ട് പോകുക. ദിസ് ഈസ് മൈ ഫസ്റ്റ് ടൈം. സോ ഇതാണ് എൻ്റെ ഫസ്റ്റ് ഗോൾ. ഇതായതുകൊണ്ട് തന്നെ ഞാനിതാണ് ആദ്യം മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ എനിക്കായാലും എൻ്റെ ഇപ്പോഴത്തെ ഗോൾ +1 +2 നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ മാത്രമേ അടുത്ത കോഴ്സ് പൈസ കൊടുക്കാതെ എവിടെയെങ്കിലും ചേരാൻ പറ്റുള്ളൂ. അപ്പം പൈസ കൊടുക്കാതെ ചേരുന്നതല്ലേ കുറച്ചുകൂടി ഒരു പ്രൗഡ്. സോ അതാണ് എൻ്റെ ഫസ്റ്റ് ഗോൾ. ഓക്കെ, സോ സെക്കൻഡ് തിങ് ഈസ് മൈ യൂട്യൂബ് ചാനൽ. ഇതെല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നതാണ്, എൻ്റെ യൂട്യൂബ് ചാനൽ എവിടെ എത്തിയ എന്നുള്ളത്. ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് മീ. എനിക്ക് എൻ്റെ മാത്രമേ അതിൽ കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം എൻ്റെ പാരൻസും നല്ല രീതിയിൽ സപ്പോർട്ടിങ് ആണ്, എൻ്റെ ഫ്രണ്ട്സും നല്ല രീതിയിൽ സപ്പോർട്ടിങ് ആണ്. ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് മീ എൻ്റെ യൂട്യൂബ് ചാനൽ അതിനകത്തത്. അപ്പോൾ അതൊന്ന് കൺസിസ്റ്റൻ്റ് ആയിട്ട് എനിക്ക് ചെയ്യണം. യൂട്യൂബ് ചാനലിൽ മെയിനായിട്ടും വീഡിയോസ് ഇപ്പം സ്കൂള് തുറന്നതുകൊണ്ട് തന്നെ ഞാൻ നല്ല രീതിയിൽ ബിസിയാണ്. കാരണം രാവിലെ പോയി വൈകുന്നേരം വന്ന് ഫ്രഷായി പഠിക്കാനിരിക്കും. പഠിച്ച് കഴിയുമ്പോഴത്തേനും ഹോംവർക്ക് ചെയ്യാനുണ്ടാവും. അത് ചെയ്യുമ്പോഴത്തേനും 10-11 മണിയായിട്ടുണ്ടാവും. പിന്നെ ഫുഡ് കഴിച്ച് കിടക്കുമ്പോഴത്തേനും അതിലും ലേറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ അത് കുറച്ചുകൂടെ ഒന്ന് സ്റ്റേബിൾ ആക്കണം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ യൂട്യൂബ് ചാനൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കുറച്ച് പാടാണ്. അക്കോർഡിംഗ് ടു മീ അത് നല്ല ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ്. സോ യൂട്യൂബ് ചാനലും കുറച്ചും കൂടെ ഒന്ന് കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകണം. ഇതാണ് എൻ്റെ സെക്കൻഡ് ലിസ്റ്റിലുള്ളത്. സോ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർ വീക്ക് ഒരു 2 അല്ലെങ്കിൽ 3 ഫുൾ വീഡിയോസ് ഇടണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പം ഇത്രയും കാലം മടി കാരണം ഞാനൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. ഈവൻ ഞാൻ ഈ വീഡിയോ ചെയ്തതിന് ശേഷം പോലും എനിക്കങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ബട്ട് ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. ഞാൻ ടൈം കണ്ടെത്തിയിട്ട് ഞാൻ ഓരോ കാര്യം ചെയ്യും. അപ്പോൾ യൂട്യൂബ് ചാനലിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് ഇടാം. പെർ വീക്ക് അറ്റ്ലീസ്റ്റ് ഒരു 2 വീഡിയോസ് എങ്കിലും എനിക്ക് അപ്ലോഡ് ചെയ്യണം. 2 വീഡിയോസ് അപ്ലോഡ് ചെയ്യണം. അതേപോലെ തന്നെ 3 ഷോർട്സ് അല്ലെങ്കിൽ 3-4 ഷോർട്സ് അപ്ലോഡ് ചെയ്യണമെന്ന് ആണ് ഇപ്പം എൻ്റെ പ്ലാനിലുള്ളത്. പ്രീ പ്ലാൻ ചെയ്യണം. ഇതിപ്പം ഞാനിപ്പോൾ യൂട്യൂബ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യങ്ങൾ പറയുന്നത്.
നിങ്ങൾക്ക് വേറെ ഹോബീസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങൾ ടൈം കണ്ടെത്തി ചെയ്യാനുള്ള കാര്യങ്ങളാണെങ്കിൽ ലൈക്ക് വീക്കെൻഡ് ടൈമിൽ ഞാനിപ്പോൾ വീഡിയോസ് എടുക്കുന്നുണ്ടെങ്കിൽ അധികം വീക്കെൻഡ് ടൈമിലാണ് എടുക്കുക. ബിക്കോസ് അന്നേരമാണ് എനിക്ക് കുറച്ച് ഫ്രീ ടൈം കിട്ടുക. അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾ നെക്സ്റ്റ് വീക്കിലേക്കുള്ള പ്ലാൻസ് എല്ലാം ഒന്ന് സോർട്ട് ചെയ്തിട്ട് വെക്കാം. ലൈക്ക് നിങ്ങൾക്ക് ഇന്ന വീഡിയോ എടുക്കണം അല്ലെങ്കിൽ ഇന്ന കാര്യം നിങ്ങൾക്ക് ആ വീക്കിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏത് ദിവസം ചെയ്യണം, അതെങ്ങനെ ചെയ്യണം, പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ അതിന് വേണ്ടിയിട്ട് ഇപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തെടുക്കേണ്ടി ഉണ്ടാവും. അപ്പം അതൊക്കെ ഒന്ന് സോർട്ട് ചെയ്തിട്ട് ലൈക്ക് ഒന്ന് മാർക്ക് ചെയ്തിട്ട് എവിടെയെങ്കിലും വെക്കാം. അപ്പോൾ ഞാനിപ്പോൾ പറയാലോ, എൻ്റെ എല്ലാ കാര്യങ്ങളും എഴുതുന്നത് ഈ ഒരു ബുക്കിലാണ്. ഇത് യൂട്യൂബ് ചാനലിലാണ് മെയിനായിട്ട് ഞാൻ ചെയ്യണത്. അതിലുള്ള കോണ്ടൻറ്റ്സ് എനിക്ക് ചെയ്യാൻ പറ്റുന്നതും ചെയ്യാൻ പറ്റാത്തതും എങ്ങനെയൊക്കെ അത് ചെയ്യാമെന്നുള്ള സകല കാര്യങ്ങളും ഈ ഒരു ബുക്കിലാണ് ഞാൻ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ വീക്കെൻഡിൽ ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്യും, നെക്സ്റ്റ് വീക്ക് ഇന്ന് വീഡിയോ എടുത്താൽ നല്ലതായിരിക്കും, അല്ലെങ്കിൽ ഇന്ന വീഡിയോ എടുക്കണം, അതിങ്ങനെയൊക്കെ എടുക്കണം, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളൊരു കാര്യം. മെയിൻ പോയിൻറ്റ്സ്, കോണ്ടൻറ്റ്, തംബ്നെയിൽ എങ്ങനെ ലൈക്ക് നമുക്കൊരു പ്രീ പ്ലാൻ ഉണ്ടാവണം. തംബ്നെയിൽ ഇങ്ങനെ ചെയ്താൽ അത് ബെറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ അത് കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിരിക്കും എന്നുള്ളത് എല്ലാ കാര്യവും മെൻഷൻ ചെയ്യുന്ന ഒരു ബുക്കാണ് ഇത്. ദുബായിലുള്ള ടൈമിൽ നാട്ടിൽ വന്നിട്ട് എഡിറ്റിംഗ് പഠിക്കാൻ പോകണം, അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷേ അത് നടന്നില്ല. സോ കുറച്ചും കൂടെ എഡിറ്റിംഗ് ഒന്നും ബെറ്റർ ആക്കണം എന്നുണ്ട്. അതുപോലെ തന്നെ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ എത്ര ചെയ്താലും എൻ്റെ തംബ്നെയിൽ ഒന്നും നല്ല രീതിയിലായിരിക്കില്ല. ലൈക്ക് ഞാൻ ചെയ്ത വീഡിയോ ചിലപ്പോൾ നല്ലതായിരിക്കും, പക്ഷെ തംബ്നെയിൽ നല്ലതായിരിക്കണം എന്നില്ല. അവിടെ തന്നെ ആ വീഡിയോൻ്റെ റീച്ച് പോയി. സോ ഇപ്പം ഞാൻ ഭയങ്കര ഹൈപ്പുള്ളൊരു യൂട്യൂബ് ചാനൽ പറയുന്ന പോലെ അല്ല പറയുന്നത്. എല്ലാ യൂട്യൂബേഴ്സിനും അറിയുന്ന ഒരു കാര്യമാണ്. ലൈക്ക് നമ്മൾ വീഡിയോ എത്ര നല്ല രീതിയിൽ ചെയ്താലും അതിനേക്കാളും പെർഫെക്റ്റ് ആയിരിക്കണം നമ്മളെ തംബ്നെയിൽ, എന്നാൽ മാത്രമേ ആ വീഡിയോ റീച്ച് ആവുള്ളൂ. അപ്പോൾ തംബ്നെയിലും കുറച്ചും കൂടെ നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്യാൻ അതൊന്ന് പഠിക്കണം എന്നുണ്ട്. പിന്നെ തേർഡായിട്ട് ഹെൽത്ത് എനിക്കിപ്പം ഞാൻ നല്ല ഹെൽത്തിയാണ്, പക്ഷേ എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഒന്ന് സിവിയർ ആയിട്ടുള്ള ഹെയർ ഫോൾ ഉണ്ട്. ആ ഹെയർ ഫോളിനെ കുറച്ചൊന്ന് മെയിൻറ്റെയിൻ ചെയ്യണം. സോ ഞാൻ എൻ്റെ ഹെയർ കെയർ ചെയ്യുന്നത് കൂടുതൽ എൻ്റെ അമ്മയാണ് എനിക്ക് ഓരോ പാക്ക് അല്ലെങ്കിൽ ഓരോ സിറം അല്ലെങ്കിൽ ഓരോ എണ്ണ അതൊക്കെ അപ്ലൈ ചെയ്ത് എൻ്റെ ഹെയർ എൻ്റെ ഹെയർ സെറ്റ് ചെയ്യുന്നത് എൻ്റെ അമ്മയാണ്. അപ്പോൾ പൊതുവേ എനിക്ക് എണ്ണ ഇടാൻ വേണ്ടിയിട്ട് ഇഷ്ടമല്ല. ഞാൻ ഓടും, എപ്പോഴും എന്നെ പിടിച്ചിരുത്തിപ്പിക്കലാണ്. എണ്ണ തേച്ചാലേ മുടി വളരുള്ളൂ, എണ്ണ തേച്ചാലേ മുടി കൊഴിയുന്നത് കുറയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ നല്ല രീതിയിൽ എണ്ണ തേച്ചിട്ട് കുളിപ്പിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം ഞാനങ്ങനെ ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ അതും പ്ലസ് ഇത് മൺസൂൺ സീസണാണ്, നല്ല രീതിയിൽ ഹെയർ ഫോൾ ഉണ്ട്. ലൈക്ക് ഞാൻ ഒരു പാക്കറ്റിൽ എൻ്റെ ഹെയർ ഇട്ട് വെച്ചിട്ടുണ്ട്, ഇത്ര ഹെയർ ഉണ്ട്, ലൈക്ക് ഇത്ര ഡേയ്സിനുള്ളിൽ ഇത്ര ഹെയർ എനിക്ക് പൊരിയുന്നുണ്ട് അല്ലെങ്കിൽ കൊഴിയുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ നല്ല രീതിയിലൊന്ന് ഹെയർ കെയർ ചെയ്യണം. ആസ് യു നോ, എനിക്ക് മുൻപേ നല്ല രീതിയിൽ ആക്നി ഉണ്ടായിരുന്നു. ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, എൻ്റെ ആക്നി എങ്ങനെയാണ് റിമൂവ് പോയെന്നുള്ളത്, ആക്നി എങ്ങനെയാണ് കുറച്ചു എന്നുള്ളൊരു ഫുൾ വീഡിയോ, എൻ്റെ സ്കിൻ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇതുപോലെ സ്കിൻ പിമ്പിൾസ് ആക്നി ഉള്ള ആളാണെങ്കിൽ ഡെഫിനറ്റായിട്ട് ആ വീഡിയോ കണ്ടുനോക്കുക. ഇറ്റ്സ് സോ ഹെൽപ്ഫുൾ. സ്കിന്നിലുള്ള പിമ്പിൾസ്, ഹെയർ ഫോൾ, ഇതാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂ എന്ന് പറയുന്നത്. ഹെൽത്ത് ഇഷ്യൂ എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല, ബട്ട് ഇതാണ് എൻ്റെ പ്രശ്നം. സോ ഇതിനെ ഒന്ന് കൺട്രോൾ ചെയ്യണം. സോ ഹെൽത്തിൽ പിന്നെ എനിക്ക് പറയാനുള്ളത് സ്ലീപ്പ് റൂട്ടീനാണ്. ഞാൻ പറയില്ലേ, ഈ ഒരു എക്സോസ്റ്റിംഗ് ആയിട്ടുള്ള ഡേ കഴിയുമ്പോഴത്തേനും ഞാൻ തന്നെ ഭയങ്കര ടയേർഡ് ആയിട്ടുണ്ടാകും. അപ്പോൾ കുറേ വർക്ക്സൊക്കെ കഴിഞ്ഞ് കിടക്കുമ്പോഴത്തേനും 10-11 മണി വൈകുന്നേരം ആയിട്ടുണ്ടാകും. അപ്പോൾ എൻ്റെ സ്ലീപ്പ് റൂട്ടീൻ മെയിനായിട്ടൊന്ന് കൺട്രോൾ ചെയ്യണം. ലൈക്ക് അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം ലേറ്റായിട്ട് കിടക്കുന്നത് എന്തായാലും മോശമാണ്. അപ്പോൾ അതൊന്ന് കുറച്ച് നേരത്തെ ആക്കാം. എനിക്ക് എപ്പോഴും വിചാരിക്കും ഞാൻ 10:30ക്ക് കിടക്കണം അല്ലെങ്കിൽ 10 മണിക്ക് കിടക്കണം എന്ന് വിചാരിക്കും, പക്ഷെ പറ്റില്ല. ഞാൻ വലിയുള്ള ടൈമിൽ എൻ്റെ അമ്മ നാട്ടിൽ വന്നപ്പോൾ എൻ്റെ അച്ഛൻ എല്ലാ ദിവസവും എന്നെ കുറിച്ച് 10 മണിക്ക് കിടത്തുമായിരുന്നു. അപ്പോൾ ആ 10 മണിക്ക് കിടക്കുന്ന സമയം എനിക്ക് രാവിലെ എണീക്കാൻ വേണ്ടി ഭയങ്കര എനർജറ്റിക് ആയിരുന്നു. ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, എൻ്റെ ഹെയർ ഫോളും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു. ആ സമയം എനിക്ക് കുറച്ച് ഞാൻ ദേഷ്യപ്പെടും, ഇറിറ്റേറ്റ് ആവുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് വാസ് ഫോർ മൈ ഗുഡ്. സോ എൻ്റെ ഹെയർ ഫോൾ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. അത് വീണ്ടും മാറി 10-10:30 മണി ആകുമ്പോഴത്തേനും അത് വീണ്ടും ലൈക്ക് കൊളായി.
സോ സ്ലീപ്പിംഗ് റുട്ടീനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യണം. ഒരു 10:30 മാക്സിമം, അല്ലെങ്കിൽ ഒരു 10:45 ആകുമ്പോൾ കിടക്കണം. അപ്പം അത് നമ്മൾ ഉറക്കത്തിൻ്റെ രീതി മാറ്റിയാൽ നമ്മളെ ഹെൽത്ത് നല്ല രീതിയിൽ കൂട്ടാവും. സോ ഈ ഹെയർ ഫോളിൻ്റെ കാര്യം എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ അതൊരു 1 to 2 വീക്സോളം ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാവും. എല്ലാവർക്കും ഇഷ്ടമുള്ള പോലെ തന്നെ എനിക്കും ഷുഗർ, ഓയിലി ഫുഡ്സ്, ജങ്ക് ഫുഡ്സ് ഒക്കെയാണ് ഇഷ്ടം. പക്ഷേ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഞാൻ സ്കിന്ന് ആ ഒരു ട്രാൻസ്ഫോർമേഷനിൽ ഞാൻ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഫുഡ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഓയിലി ഫുഡ്സ് ഒന്നും അങ്ങനെ കഴിക്കില്ല, ഷുഗർ ഐറ്റംസ് ഒന്നും ഞാൻ അങ്ങനെ പിന്നെയാണ് അത് കഴിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യണം. ഇപ്പം ഞാൻ സ്കൂളിൽ പോകുമ്പോഴായാലും ഞാൻ ചിയാ സീഡ് ഇട്ടിട്ടുള്ള വെള്ളമാണ് കൊണ്ടുപോകുക. ചിയാ സീഡ്, ലെമൺ അതൊക്കെ ഇട്ടിട്ടുള്ള വെള്ളമാണ് ഞാൻ കൊണ്ടുപോകുക. അപ്പോൾ അത് കൊണ്ടുപോയി ചിയാ സീഡ് കുടിച്ചാൽ നല്ല രീതിയിൽ വെയിറ്റ് ലൂസ് ചെയ്യാൻ പറ്റും നമുക്ക്. ലൈക്ക് നമ്മളിപ്പം വെറുതെ ഇരുന്ന് ടൈം കളയുന്നതിനേക്കാളും ആ വെറുതെ ഇരിക്കുമ്പം ഈ ചിയാ സീഡ് ഉള്ളിൽ പോയാൽ നമ്മൾ ഓവറായിട്ടുള്ള ഫാറ്റ് എക്സസീവ് ആയിട്ടുള്ള ഫാറ്റൊക്കെ അത് റെഡ്യൂസ് ചെയ്യും. അങ്ങനെ ഫാറ്റ് റെഡ്യൂസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ വെയിറ്റും കുറയും. ഇപ്പം ഞാൻ മെയിനായിട്ട് എനിക്കിപ്പോൾ കുറഞ്ഞിട്ടുണ്ടാകും. കാരണം ഞാൻ സ്കൂള് തുടങ്ങിയത് തൊട്ട് ഞാൻ ഇതാണ് കൊണ്ടുപോകുന്നത്. മുൻപേ ഞാൻ സ്കൂളിൽ പോകുന്ന ഏത് ടൈമായാലും ദുബായിലായാലും ഞാൻ ചിയാ സീഡ് ഇട്ടിട്ടുള്ള വെള്ളമാണ് കൊണ്ടുപോകുക. എൻ്റെ ക്ലാസ് റൂം ഏറ്റവും മുകളിലാണ്, അതായത് മൂന്നാമത്തെ നിലയിലാണ്. അപ്പോൾ എല്ലാത്തിനും സ്റ്റെപ്പ് കയറി ഇറങ്ങുകയും ചെയ്യുമ്പോൾ ഒരു എക്സസൈസുമായി, അതേപോലെ തന്നെ ഈ വെള്ളവും ഞാൻ കുടിക്കുമ്പോൾ നല്ല രീതിയിൽ വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റും. ആൻഡ് ചിയാ സീഡ് ഇസ് ഗുഡ് ഫോർ അവർ ഹെൽത്ത്. വെജീസ് കഴിക്കണം. പൊതുവേ ഞാൻ അങ്ങനെ കഴിക്കൂല എന്ന് പറയുന്നില്ല, കാരണം ഞാൻ നല്ല രീതിയിൽ വെജീസ് കഴിക്കും. എനിക്കിഷ്ടപ്പെട്ട കുറേ വെജിറ്റബിൾ ഐറ്റംസ് ഉണ്ട്, കുറച്ചൊക്കെ ഞാൻ കഴിക്കാണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് മീൽസ് കുറച്ചും കൂടി ഒന്ന് സെറ്റാക്കണം, കുറച്ചും കൂടി ഒന്ന് വെജീസ് ഉൾപ്പെടുത്തിയിട്ട് ഓയിലി ഫുഡ്സ്, ജങ്ക് ഫുഡ്സ് ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യണം. ഇതാണ് എൻ്റെ ഹെൽത്തിൽ ലിസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. കൺട്രോൾ ചെയ്യുമ്പോൾ തന്നെ യു വിൽ ബി സോ ഹെൽത്തി ഫോർ ഷുവർ. സോ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ 2026 നെക്സ്റ്റ് 6 months ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പോകുന്നത്. ഇതൊക്കെയാണ് എൻ്റെ പ്ലാന്. മെയിനായിട്ടും 3 കാര്യങ്ങളാണുള്ളത്. ഒന്ന് +1 +2 നല്ല രീതിയിൽ സ്കോർ ചെയ്യുക, നല്ല രീതിയിൽ ഡു മൈ ബെസ്റ്റ് ഇൻ +1 +2, പിന്നെ യൂട്യൂബ് ചാനൽ, പിന്നെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇത് 3 കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ടും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ വേറെ എനിക്ക് ഈ 6 monthsലൊന്നും ചെയ്യാനൊന്നുമില്ല. പിന്നെ 2027 ആകുമ്പോഴത്തേനും ഒരു 1K ഒക്കെ അടിച്ച് കുറച്ചൊന്ന് സ്റ്റേബിൾ ആവണമെന്നുണ്ട് എൻ്റെ യൂട്യൂബ് ചാനൽ. നടക്കും എന്തായാലും നടക്കും. എൻ്റെ മടി നിർത്തിച്ച് എന്തായാലും നടക്കും. സോ അങ്ങനെ. സോ നിങ്ങളോടായില്ല എന്നെ പോലെയുള്ള മടിച്ചികളോ മടിയന്മാരോ ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്. അതായത് ഒരു അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിന്ന് ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് കൊണ്ടുപോകാൻ. പക്ഷേ ആ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ആ ഒരു പീരീഡിൽ നിങ്ങൾ കയറിയാൽ പിന്നെ നൈസായിരിക്കും. കാരണം എല്ലാം ഓർഗനൈസ്ഡ് ആയി ഭയങ്കര കാമായി നമ്മൾ മൈൻഡ് തന്നെ നല്ല രീതിയിൽ റിലാക്സ്ഡ് ആയിട്ടായിരിക്കും പോവുക. അല്ലാതെ അയ്യോ ഇങ്ങനെ ആക്കേണ്ട ഒരു ആവശ്യമില്ല. ഓരോ സംഭവങ്ങൾ വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് പറയുന്നത് ചിലപ്പോൾ അത് നല്ലതിനായിരിക്കാം, ചിലപ്പോൾ അത് മോശമായിരിക്കാം. സോ അപ്പം വരുന്നത് വെച്ച് കാണാമെന്നുള്ളത്. ഇപ്പം ഈവൺ എക്സാം തന്നെ അല്ലെങ്കിൽ നമുക്കൊരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ ആ പ്രോഗ്രാമിൽ നമുക്കെല്ലാം സെറ്റാക്കാം, പ്രോഗ്രാമിൻ്റെ തലേന്ന് സെറ്റാക്കാം. നിന്നാൽ നമുക്ക് നല്ല രീതിയിൽ ടെൻഷൻ ഉണ്ടാവും. ടെൻഷൻ ഇല്ലാത്ത ആൾക്കാരുണ്ടാവും, പക്ഷേ പൊതുവെയുള്ള ആൾക്കാരും ടെൻഷൻ അടിക്കും. അല്ലാതെ ആ പ്രോഗ്രാം ഉണ്ടെങ്കിൽ ആ ഒരു ടെസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് ഡേയ്സ് മുന്നേ അതൊന്ന് പ്രീ പ്ലാൻ ചെയ്ത് വെച്ചാൽ ഓരോ കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്ത് ആ ഒരു ടിക്ക് മാർക്ക് ഇടുമ്പോൾ തന്നെ മനസ്സിനൊരു ആശ്വാസമാണ്. ലൈക്ക് വി വിൽ ഗെയിൻ സം കോൺഫിഡൻറ്റും. സോ ഓർഗനൈസ്ഡ് ആവുക. ഓക്കെ, നല്ല രീതിയിൽ നിങ്ങളെ ലൈഫിനെ എന്താ പറയുക നല്ല റിസൾട്ട് ഉണ്ടാക്കും. ഇനിയുള്ള 2026 പ്രശ്നങ്ങളൊന്നും വരാത്ത രീതിയിൽ നിങ്ങൾ ഹാൻഡിൽ ചെയ്യുക. അഥവാ പ്രശ്നം വന്നാൽ തന്നെ തരണം ചെയ്യുക. നിങ്ങൾക്കും എന്തെങ്കിലും ഇതുപോലെ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈവൻ കുറേ പേർക്ക് യൂട്യൂബ് ചാനൽ കോണ്ടന്റ് ക്രിയേഷൻ തുടങ്ങാൻ ആഗ്രഹമുണ്ട്. പക്ഷേ അവർക്ക് ചിലപ്പം കോൺഫിഡൻസ് കുറവായിരിക്കും, അല്ലെങ്കിൽ ഇൻസെക്യൂർഡ് ആയിരിക്കും. അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ച ടൈമിൽ ചെയ്യുക, ഇല്ലെങ്കിൽ അത് നാളെ ചെയ്യും. ഇപ്പം എന്നെ ഒരു എക്സാമ്പിളായിട്ട് എടുക്കാം.
നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം, അല്ലെങ്കിൽ ഇനിയും ടൈം ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയും എത്തില്ല. ലൈക്ക് ഞാൻ കുറേ കാലമായി യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ ഓരോ ദിവസം വിചാരിക്കും അത് അടുത്ത വീക്കെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ അടുത്ത ലീവ് കിട്ടുന്ന ദിവസം ചെയ്യാം, അടുത്ത ഫ്രീ ആയിട്ടുള്ള ഡേ ചെയ്യാം എന്ന് പറഞ്ഞു നിന്നിട്ടാണ് ഇത്രയും കാലം ഞാൻ എവിടെ എത്താണ്ടിരുന്നത്. സോ ഉള്ള ടൈം നിങ്ങൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒന്ന് പ്ലാൻ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അല്ലാതെ ആ ഒരു സംഭവം നിങ്ങളുടെ അടുത്തേക്ക് വരില്ല, നിങ്ങൾ ആ ഒരു സംഭവത്തിലേക്ക് പോവുകയാണ് വേണ്ടത്. എന്നാൽ മാത്രമേ എവിടെയെങ്കിലും എത്തുള്ളൂ. I hope it is useful for you too guys, because എന്നെപ്പോലെയുള്ള ഒരു അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള കുട്ടി കുറച്ച് ഓർഗനൈസ്ഡ് ആയിട്ട് കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ അതൊരു മോട്ടിവേഷൻ അല്ലേ? സോ എനിക്ക് തോന്നുന്നു നിങ്ങൾക്കും ഈ വീഡിയോ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട്. അപ്പം പഠിക്കാൻ മടിയല്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാൻ മടിയുള്ള കുട്ടികളാണെങ്കിൽ അതൊക്കെ മടിയൊക്കെ മാറ്റി വെച്ച് ഇനി അടുത്ത 6 മാസം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യും. എന്നിട്ട് നിങ്ങൾ 2027 എത്തിയിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റത്തെ 6 മാസം പോരാ. അപ്പോൾ ഓർഗനൈസ് ചെയ്തിട്ടുള്ള സിൻസ് ജൂലൈ എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ തന്നെ വാല്യൂ ചെയ്യുക. നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് അടുത്ത 6 മാസം നല്ല രീതിയിൽ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് പോയാൽ 2027 വരുമ്പോൾ ഒന്ന് ബാക്കോട്ട് തിരിഞ്ഞ് ചിന്തിക്കാം. എങ്ങനെയായിരുന്നു ആ ടു പീരീഡ്സ്, അതായത് ഫസ്റ്റത്തെ 6 months പിന്നെ ജൂലൈ തൊട്ടിട്ട് എങ്ങനെയായിരുന്നു എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കാം. അപ്പോൾ അത് ബെറ്റർ ആണെങ്കിൽ താങ്ക് ഫോർ മേ ലേറ്റർ. ഓക്കെ, സോ ഞാനും ഇതൊക്കെ ചെയ്യും. ഷുവർ ഞാനും ഇതൊക്കെ ചെയ്യും. എൻ്റെ ഗോൾസൊക്കെ ഞാൻ അച്ചീവ് ചെയ്യും. എൻ്റെ മടിയും മറ്റും ഞാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ ആൻഡ് ഹെൽപ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. 2027 എത്തിയിട്ട് നിങ്ങളെ ലാസ്റ്റ് 6 months എങ്ങനെ ഉണ്ടായിരുന്നു എന്നോർക്കാൻ വേണ്ടി മറക്കരുത്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.